ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒരിക്കൽ ഐസക് ന്യൂട്ടനോട് ഒരു നിരീശ്വരവാദി ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടല്ലോ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ന്യൂട്ടൻ അതിന് മറുപടിയായിട്ട് ആ നിരീശ്വരവാദിയെയും കൊണ്ട് തൻ്റെ പരീക്ഷണശാലയിലേക്ക് പുറപ്പെട്ടു. അവിടെ മേശപ്പുറത്ത് അല്പം ഇരുമ്പ് പൊടി കിടക്കുന്നുണ്ട്. അത് കൈകൊണ്ട് വാരിയെടുത്ത് നിലത്തെ പൊടിമണ്ണിലേക്കൊന്ന് വിതറിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഈ പൊടിമണ്ണിൽ നിന്ന് നിനക്ക് ഈ ഇരുമ്പ് തരികളെ വേർതിരിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ വേർതിരിക്കാൻ. അല്പനേരം ശ്രമിച്ചപ്പോൾ പ്രയാസമുള്ള കാര്യമെന്ന് നിരീശ്വരവാദി കണ്ടു. ഉടനെ ന്യൂട്ടൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാന്ത കഷ്ണമെടുത്തിട്ട് ഈ പൊടിമണ്ണിലെ മുകളിലൂടെ കാണിച്ചപ്പോൾ ആ പൊടിമണ്ണിൽ കിടക്കുന്ന എല്ലാ ഇരുമ്പ് പൊടികളും ആ കാന്തത്തിലേക്ക് ആകർഷിച്ചു. ന്യൂട്ടൻ ഇപ്രകാരം പറഞ്ഞു, ജീവനില്ലാത്ത ഈ ഇരുമ്പ് പൊടികളെ പോലും കാന്തത്തിലേക്ക് ആകർഷിക്കുവാൻ കാരണം ആ കാന്തത്തിനകത്തുള്ള ഒരു ശക്തിയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ നിർമ്മിച്ച ആ ദൈവത്തിന് മനുഷ്യനെയും ചേർത്ത് കൊള്ളാൻ കഴിയുമെന്ന് ന്യൂട്ടൻ മറുപടി കൊടുത്തു. നിരീശ്വരവാദി മൗനമായി അവിടെ നിന്നിറങ്ങി. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷം ജീവനോടെ ആയിരിക്കുന്ന നാം അവരോട് കൂടെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഇങ്ങനെയാണ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഒരു ദൈവപൈതലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കർത്താവിൻ്റെ മടങ്ങിവരവ്. കഷ്ടവും പ്രയാസവും സങ്കടവും ഒക്കെ അനുഭവിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഒരു പ്രത്യാശ, ഒരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ന്യൂട്ടൻ മറുപടി കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ ഒരു വ്യാപാര ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ വലിയ ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, നിറമില്ല, വ്യത്യാസമില്ല. എല്ലാവരും ദൈവതേജസ്സ് പോലെ പ്രകാശിതരായി മാറും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.